ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് സുഷ്മാൻ്റെ പഠന സിദ്ധാന്തം വരെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള സാമൂഹിക സിദ്ധാന്തങ്ങളെയാണ്. സോഷ്യൽ തിയറീസ് ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതേപോലെ തന്നെ വൈഗോട്സ്കിയുടെ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തെക്കുറിച്ച്, ഗാഗ്നെയുടെ പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി അല്ലെങ്കിൽ ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പഠനത്തെ സംബന്ധിച്ച സാമൂഹിക സിദ്ധാന്തങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടും രണ്ട് സൈക്കോളജിസ്റ്റുകളാണ്. ഒന്ന് ആൽബർട്ട് ബന്ദുരയും അതേപോലെ വാൾട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റുമാണ്. ആൽബർട്ട് ബന്ദുരയും വാൾട്ടേഴ്സുമാണ് സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വക്താക്കളെന്ന് അറിയപ്പെടുന്നത്. അതേപോലെ അനുകരണ പഠനത്തിൻ്റെ പ്രയോക്താക്കളാണ് ഡൊളാർഡും മില്ലറും. അനുകരണ പഠനത്തിൻ്റെ പ്രയോക്താക്കളായ രണ്ട് സൈക്കോളജിസ്റ്റുകളാണ് ആരൊക്കെ? ഡൊളാർഡും മില്ലറും എന്ന് മനസ്സിലാക്കി വെക്കുക. അനുകരണ പഠനത്തിനും നിരീക്ഷണ പഠനത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ് ആരൊക്കെ? ആൽബർട്ട് ബന്ദുരയും വാൾട്ടേഴ്സിനും മനസ്സിലാക്കുക. അതേപോലെ അനുകരണ പഠനത്തിനും നിരീക്ഷണ പഠനത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ആൽബർട്ട് ബന്ദുരയാണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ അനുകരണശീലമുള്ളവരാണ്. തൻ്റെ പേരൻസിൻ്റെയും ആംഗ്യങ്ങളും സംഭാഷണങ്ങളും കാര്യങ്ങളുമെല്ലാം ഈ കുട്ടികൾ അതേപോലെ അനുകരിക്കുന്നു എന്നാണ് ആൽബർട്ട് ബന്ദുരയും വാൾട്ടേഴ്സിനും പറയുന്നത്. നിരീക്ഷണ പഠനത്തിൽ 4 ഘട്ടങ്ങളുണ്ട് എന്നാണ് ആൽബർട്ട് ബന്ദുര പറയുന്നത്. അതിലൊന്നാമത്തെ ഘട്ടമാണ് ശ്രദ്ധ. പഠിതാവ് ഏത് വ്യക്തിയാണോ അനുകരിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ട് പഠിക്കുന്നത് ആ വ്യക്തിയുടെ സവിശേഷതകളിൽ ശ്രദ്ധ ചെലുത്തുന്നു. ഒരു പഠിതാവ് താൻ ഏത് വ്യക്തിയെ നിരീക്ഷിച്ചുകൊണ്ടാണോ പഠിക്കുന്നത് ആ വ്യക്തിയുടെ സവിശേഷതകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നതാണ്. 2, സ്മരണയിൽ നിലനിർത്തുക. അതായത് മാതൃകയാക്കുന്ന വ്യവഹാരം, താൻ മാതൃകയാക്കുന്ന വ്യക്തിയുടെ വ്യവഹാരങ്ങൾ എന്തു ചെയ്യുന്നു, അത് തൻ്റെ ശ്രദ്ധയിലൂടെ നേടി ആ വ്യവഹാരങ്ങൾ ആ പഠിതാവിൻ്റെ സ്മരണയിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ നിലനിർത്തുന്നു. 3ാമത്തെയാണ് പ്രകടനം എന്ന് പറയുന്നത്. പ്രകടനം എന്ന് പറഞ്ഞാൽ താൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഇവിടെ പ്രകടനം എന്നതുകൊണ്ട് ആൽബർട്ട് ബന്ദുര ഉദ്ദേശിച്ചിരിക്കുന്നത്. 4ാമത്തെയാണ് പ്രബലനം. അതായത് പ്രബലനം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ 3 കാര്യങ്ങൾക്കും, അതായത് ശ്രദ്ധ, സ്മരണയിൽ നിലനിർത്തൽ, പ്രകടനം, ഈ 3 കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ പ്രോത്സാഹനവും അംഗീകാരം അതുപോലെ മറ്റ് സമ്മാനങ്ങൾ തുടങ്ങിയ അനുകൂലമായ പ്രോത്സാഹ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ആ കുട്ടി കൂടുതൽ മെച്ചമായ പ്രകടനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നതാണ് പ്രബലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൽബർട്ട് ബന്ദുരയുടെ നിരീക്ഷണ പഠനത്തിലെ 4 ഘട്ടങ്ങൾ ഒന്നെന്ന് പറയുന്നത് ശ്രദ്ധയാണ്. അതായത് പഠിതാവ് ആരെയാണോ അനുകരിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ ആ മാതൃകാ വ്യക്തിയാക്കുന്നത് ആ വ്യക്തിയുടെ കാര്യങ്ങളെ, ആ വ്യക്തിയുടെ സവിശേഷതകളെ കുട്ടി പഠിക്കുന്നു, ശ്രദ്ധിക്കുന്നു, അത് സ്മരണയിൽ നിലനിർത്തുന്നു. ശേഷം അത് പ്രകടനം എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണത്തിലൂടെ ആ കുട്ടി എന്ത് ചെയ്യുന്നു, അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നു. 4ാമത്തേതാണ് പ്രബലനം. തനിക്ക് കിട്ടുന്ന പ്രോത്സാഹനവും അംഗീകാരവും സമ്മാനങ്ങളുമൊക്കെ കൂടുതൽ ഈ ഒരു ആവശ്യത്തോടെ ഈ ഒരു കാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ തൻ്റെ മാതൃകാ വ്യക്തിയെ നിരീക്ഷിച്ച് പഠിക്കുവാൻ കൂടുതൽ ആവശ്യത്തോടെ ആ ഒരു പ്രവർത്തനം ചെയ്യുവാൻ കുട്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ പഠിതാവ് ശ്രമിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈഗോട്സ്കിയുടെ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തമാണ്. അപ്പോൾ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് വൈഗോട്സ്കിയുടേതാണെന്ന് മനസ്സിലാക്കുക. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിലൂടെ വൈഗോട്സ്കി പറയുന്നത് എല്ലാ വൈജ്ഞാനിക ധർമ്മങ്ങളും സാമൂഹിക പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത് എന്നാണ്. അതായത് സമൂഹത്തിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും തൻ്റെ വീട്ടിൽ നിന്നുമുള്ള കാര്യങ്ങൾ, തൻ്റെ ചുറ്റുപാടിൽ നിന്ന് തൻ്റെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടും കേട്ടുമാണ് ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു പഠിതാവിൽ എന്ത് നടക്കുന്നത്, വിജ്ഞാനം നടക്കുന്നത്, നോളജ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് ആര് പറയുന്നത്? വൈഗോട്സ്കി പറയുന്നത്. പഠനം എന്നത് പുതിയ അറിവുകളുടെ സാംശീകരണം മാത്രമല്ല, അത് പഠിതാക്കളെ ഒരു വിജ്ഞാന സമൂഹവുമായി ഇണക്കിച്ചേർക്കുന്ന പ്രക്രിയയാണെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. വിജ്ഞാന സമൂഹവുമായി. അപ്പം വിജ്ഞാനം, നോളജിനെ സമൂഹവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ആരായിരിക്കും? അത് വൈഗോട്സ്കി ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പഠനം എന്നാൽ പുതിയ അറിവുകളുടെ സാംശീകരണം, അസിമുലേഷൻ മാത്രമല്ല എന്നാണ് ആര് പറയുന്നത്? വൈഗോട്സ്കി പറയുന്നത്. മറിച്ച് അത് പഠിതാക്കളെ ഒരു വിജ്ഞാന സമൂഹവുമായിട്ട് ഇണക്കി ചേർക്കുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത് എന്നാണ് ആര് പറയുന്നത്? വൈഗോട്സ്കി പറയുന്നത്.
വൈഗോട്സ്കി വൈജ്ഞാനിക വികസനത്തിൽ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പങ്കിന് ഊന്നൽ നൽകുന്നുണ്ട്. അപ്പോൾ ഭാഷയുടെയും സംസ്കാരത്തിനും പഠനത്തിൽ ഊന്നൽ നൽകിയ വ്യക്തി ആരാണ്? അത് വൈഗോട്സ്കിയാണെന്ന് മനസ്സിലാക്കുക. വൈഗോട്സ്കി വൈജ്ഞാനിക വികസനത്തിൽ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പങ്കിന് ഊന്നൽ നൽകുന്നു. പഠിതാവ് ആർജിച്ചു കഴിഞ്ഞ വികസന നിലവാരത്തെ യഥാർത്ഥ വികസന തലം അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻ്റ് എന്നും അധ്യാപകൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ ആർജിച്ചെടുക്കുന്ന ശേഷിയെ വികസന ശേഷി തലം അല്ലെങ്കിൽ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻ്റ് എന്നുമാണ് വൈഗോട്സ്കി വിളിക്കുന്നത്. നമുക്കറിയാം, ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ZPD ഒരു കുട്ടിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വികസന ശേഷി തലമുണ്ട്, അതിനെയാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വികസന ശേഷിയുണ്ട്, അതിനെ എന്ത് പറയുന്നു? ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്ക് യഥാർത്ഥ വികസന തലത്തിനും അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റിനും വികസന ശേഷി തലത്തിനും ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റും ഇടയ്ക്കുണ്ടാകുന്ന ഒരു വലിയ വിടവിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സമീപസ്ഥ വികസന മേഖല എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് ആണ്. നമുക്കറിയാം, ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിങ്ങിൽ 8 എണ്ണമാണുള്ളത് അല്ലേ. 8 ടൈപ്സായിട്ട് ഗാഗ്ന അതിൻ്റെ ഹയറാർക്കി ഓഫ് ലേണിങ്ങിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പം ഈ 8 എണ്ണം കൃത്യമായിട്ട് പഠിച്ച് ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിങ്ങിൽ വെർബൽ അസോസിയേഷന് മുമ്പിൽ വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ലേണിംഗ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ് എന്ന് നമുക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ ഓർഡറായിട്ട് കറക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻ്റലക്ച്വൽ സ്കിൽസിൻ്റെ ലേണിങ്ങിനെ അനലൈസ് ചെയ്തിട്ട് ഒരു 8 ലെവലായിട്ടാണ് ഗാഗ്നെ ഒരു ഹയറാർക്കി ഓഫ് ലേണിംഗ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റലക്ച്വൽ സ്കിൽസിൻ്റെ ലേണിങ്ങിനെയാണ് ഒരു ഗാഗ്നെ ഹയറാർക്കി ഓഫ് ലേണിങ്ങിൽ അറേഞ്ച് ചെയ്തിട്ട് 8 ലെവലായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ സിമ്പിൾ നിന്നും ഒരു കോംപ്ലക്സിലേക്ക് പോകുന്ന തരത്തിലുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം, സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിംഗ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പൗരാണിക അനുബന്ധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലാസിക്കൽ കണ്ടീഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിങ്ങിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഇതെന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. സിഗ്നൽ ലേണിംഗ് അല്ലെങ്കിൽ സംജ്ഞാപഠനം. അതായത് പഠിതാവ് ഒരു നിശ്ചിത ചോദകത്തിന് അല്ലെങ്കിൽ ഒരു നിശ്ചിത സൂചനയ്ക്ക് എന്ത് പഠിക്കുന്നു? ഒരു പ്രതികരണം പഠിക്കുന്നു. അതിനെയാണ് നമ്മൾ സംജ്ഞാപഠനം എന്ന് പറയുന്നത്. അതായത് നാം ഒരു സ്റ്റിമുലസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുകയാണ് സിഗ്നൽ ലേണിങ്ങിലൂടെ ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുന്നു, കുട്ടിയിൽ നിന്നും ഒരു റെസ്പോൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഇതിനെയാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു തീയിൽ തൊട്ട് കഴിഞ്ഞാൽ എന്താണ്? കൈ പൊള്ളും എന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടി പഠിക്കുന്നു. തീയിൽ തൊട്ടാൽ കൈ പൊള്ളും എന്ന് പഠിക്കുന്നത് എന്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം? ഒരു സിഗ്നൽ ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയുകയാണ് തീയാണ്, അതിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ എന്താണ്? ആ ഒരു കാര്യം കുട്ടി പഠിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കുന്നതിനാണ് ഇവിടെ സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ അമ്മയെ കാണുമ്പോൾ ശിശു പുഞ്ചിരിക്കുന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നൽ ലേണിങ്ങിനായിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമതാണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ്, ചോദക പ്രതികരണ പഠനം. ഇതിനെ നമുക്ക് സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങുമായിട്ടും തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് ആണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പ്രതികരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലേണിംഗ് ആണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. പ്രതികരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ലേണിംഗ് ആണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അതായത് റിവാർഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു റെസ്പോൺസിനെ ജനറേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നായയോട് എന്ത് ചെയ്യുന്നു? കൈ കുലുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിന് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു? അതിൻ്റെ കാലുകളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കുറേ പ്രാവശ്യം ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവർത്തിച്ചതിന് ശേഷം കൈ കുലുക്കാൻ അതിനോട് ആവശ്യപ്പെടും എന്ത് ചെയ്യുന്നു? ബിസ്ക്കറ്റ് കൊടുക്കാതെ തന്നെ കൈ കുലുക്കാൻ പറയുമ്പോൾ അത് കൈ കുലുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? കൂടുതൽ ഒരു നല്ല രീതിയിൽ അത് ചെയ്യുന്നു. സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് നമ്മൾ പഠിച്ച അതേ രീതി തന്നെയാണ് ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിൽ ഗാഗ്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രതികരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലേണിംഗ് ആണിത്. റിവാർഡ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു റെസ്പോൺസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് ചെയിനിങ് ആണ്. അതായത് പഠിക്കുന്ന റെസ്പോൺസുകളെ
കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ചെയിൻ പോലെ രൂപപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ചെയിനിങ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ചെയിൻ മോഡലിലാണ് നമ്മളിവിടെ ക്രമീകരണമായിട്ട് പഠിക്കുന്നതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനെയും കൂടെ നമുക്ക് ചെയിനിങ് എന്ന് പറയാം. അപ്പോൾ ഇതുവരെ പഠിച്ച് അതായത് സിഗ്നൽ ലേണിങ്ങിലും സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് വഴിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. നാലാമത്തെയാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് വെർബൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭാഷാപര സംയോജനം എന്ന് പറഞ്ഞാൽ ചെയിനിങ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച പദങ്ങളെ വാക്കുകൾ കൊണ്ട് പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. വെർബൽ അസോസിയേഷൻ അതായത് ഒരു ബോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒരു ബോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ വ്യത്യസ്ത കളറിലുള്ള ബോളുകൾ കണ്ടു കഴിഞ്ഞാൽ അതും നമ്മൾ മനസ്സിലാക്കാനും അതിനെ പറയാനും ബോളെന്ന് പറയാനും പഠിക്കുന്ന ഒരു രീതിയാണ് ലേണിങ്ങിനെയാണ് നമ്മൾ വെർബൽ അസോസിയേഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിനെ മറ്റൊരു സംഭവത്തിൽ നിന്ന് വേർതിരിച്ച് അറിയാൻ പഠിക്കുക. ഇപ്പോൾ സമചതുരം അതൊരു സമചതുരമാണെന്നും അല്ലെങ്കിൽ ഒരു വൃത്തം കണ്ടാൽ വൃത്തമാണെന്നും സമചതുരത്തെയും വൃത്തത്തെയും ചതുരത്തെയും എല്ലാം വേർതിരിച്ചറിയാൻ പഠിക്കുന്നതൊക്കെ കുട്ടി ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് പഠിക്കുമ്പോഴാണ് ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് പറയാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിനെ മറ്റൊരു സംഭവത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പഠിക്കുന്നതിനെയാണ്. അതായത് നിറങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക, ഒരു ചതുരത്തെയും സമചതുരത്തെയും വൃത്തത്തെയും ത്രികോണത്തെയും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിനെയാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാമത്തേത് കൺസെപ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ ആശയപഠനം. ഒരു കൺസെപ്റ്റിനെ പഠിക്കുകയാണ്, അല്ലെ ആ പേരിൽ തന്നെ ഉണ്ട്, അല്ലെ ആ ഒരു ആശയത്തെ കൃത്യമായി പഠിക്കുന്നതിനെയും മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്ക്രിമിനേഷൻ ലേണിംഗിൽ സ്ക്വയറിനെയും അതേപോലെ ട്രയാങ്കിളൊക്കെ മനസ്സിലാക്കാൻ പഠിച്ചു അല്ലേ. എന്നാൽ കൺസെപ്റ്റ് ലേണിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ, ഒരു സമചതുരം കണ്ടു കഴിഞ്ഞാൽ ആ സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ടാകും? 4 സൈഡ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അല്ലേ. അതേപോലെ ആ 4 സൈഡുകളിലും ലെങ്ത് ഈക്വൽ ആയിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ 90 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് നമ്മൾ കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗിൽ പഠിച്ചതിൻ്റെ കുറച്ചുകൂടെ ഡെപ്തായിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അതിന് 4 സൈഡുകൾ ഉണ്ടാകും, 4 സൈഡുകളുടെ ലെങ്ത് ഈക്വൽ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിനെയാണ് നമ്മൾ കൺസെപ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ ആശയപഠനം എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തേതാണ് പ്രിൻസിപ്പൽ ലേണിംഗ് അല്ലെങ്കിൽ തത്വപഠനം എന്ന് പറയും. പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിച്ച കൺസെപ്റ്റിനെ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ആശയത്തെ കൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നതിനെയാണ് പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറയുന്നത്. പഠിച്ച കാര്യത്തെ അപ്ലൈ ചെയ്യുന്നു. അത് പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രയോഗിക്കാനുള്ളൊരു സവിശേഷതയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റത്തേതാണ് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രശ്ന നിർദ്ധാരണം. അതായത് ഇതുവരെ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ഘട്ടത്തിലേക്ക്, ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ എത്തുന്നതിനെയാണ്, എല്ലാത്തിൽ നിന്നും ഒരു ഹയർ ലെവലിൽ നമ്മൾ എത്തുകയാണ്, അതിനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യം വന്നാലും അതിനെ നേരിടാനും മനസ്സിലാക്കാനും ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനും കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആൽപോർട്ട്സ് തിയറി പേഴ്സണൽ ഡിസ്പോസിഷനാണ്. ആൽപോർട്ടിൻ്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം അല്ലെങ്കിൽ ആൽപോർട്ട്സ് തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ, അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. നിത്യജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ കാണാറുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും ഓരോ ക്യാരക്ടറായിരിക്കും അല്ലെ, ഓരോ വ്യക്തികളുടെയും ക്യാരക്ടർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഓരോ വ്യക്തികളുടെയും സവിശേഷതകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ആൽപോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു തിയറിയാണ് വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന ഒരു തിയറി. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം ഓരോ വ്യക്തിത്വ സവിശേഷതകളെയും 3 ആക്കി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് പ്രമുഖ സവിശേഷത അല്ലെങ്കിൽ കാർഡിനൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. കാർഡിനൽ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ പ്രമുഖ സവിശേഷതകൾ, അതായത് ഒരാളിൽ ശക്തമായിട്ട് കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് കാർഡിനൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ ശക്തമായി കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് കാർഡിനൽ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്. അതായത് ഒരു വ്യക്തിയിൽ ഫലിതബോധം പ്രമുഖ സവിശേഷതയാണെങ്കിൽ എല്ലായ്പ്പോഴും അയാൾ ഫലിതബോധം പ്രകടിപ്പിക്കും. അതായത് ഒരു വ്യക്തി ഒരു കൊമേഡിയൻ ആണെങ്കിൽ അയാൾ എന്ത് കാര്യം പറയുമ്പോൾ കൂട്ടുകാർക്കിടയിലായാലും വീട്ടിലായാലും എവിടെ ആയിരുന്നാലും അയാൾ എന്ത് ചെയ്യും? ഒരു കോമഡി അയാൾ അവതരിപ്പിച്ചിരിക്കും.
രണ്ടാമത്താണ് കേന്ദ്രീയ സവിശേഷത അല്ലെങ്കിൽ സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഏതാനും സവിശേഷതകൾ ഒത്തുചേർന്നതിനെയാണ് കേന്ദ്രീയ സവിശേഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഏതാനും സവിശേഷതകളെയാണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റ്സ് അല്ലെങ്കിൽ കേന്ദ്രീയ സവിശേഷത എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സത്യസന്ധത, ദയ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു പേഴ്സണെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കേന്ദ്രീയ സവിശേഷതകളെന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ സത്യസന്ധതയും ദയയും എല്ലാം നമുക്കൊരു ഉദാഹരണം പറയാം അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ട്രൈറ്റ്സ് അല്ലെങ്കിൽ കേന്ദ്രീയ സവിശേഷതകളെന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് സെക്കൻഡറി ട്രൈറ്റ്സ് അല്ലെങ്കിൽ രണ്ടാം നിര സവിശേഷതകളെന്ന് പറയും. സെക്കൻഡറി ട്രൈറ്റ്സ് അത് ഈ പ്രമുഖ സവിശേഷതകളും കേന്ദ്രീയ സവിശേഷതകളും ഇടകലർന്ന് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ട്രൈറ്റ്സ് അല്ലെങ്കിൽ രണ്ടാം നിര സവിശേഷതകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൽപോർട്ടിൻ്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ മനസ്സിലാക്കി അത് ആൽപോർട്ടിൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. ആൽപോർട്ട് വ്യക്തിത്വ സവിശേഷതകളെ മൂന്നായി തരംതിരിച്ചു. കാർഡിനൽ ട്രൈറ്റ്സ് പ്രമുഖ സവിശേഷതകളെന്നും, സെൻട്രൽ ട്രൈറ്റ്സ് കേന്ദ്രീയ സവിശേഷതകളെന്നും, സെക്കൻഡറി ട്രൈറ്റ്സ് രണ്ടാം നിര സവിശേഷതകളെന്നും തരംതിരിച്ചു. കാറ്റലിൻ്റെ പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കാറ്റൽസ് തിയറി ഓഫ് സർഫസ് ആൻഡ് സോഴ്സ് ട്രൈറ്റ്. ആൽപോർട്ട് തരംതിരിച്ച പോലെ വ്യക്തിത്വ സവിശേഷതകളെ കാറ്റലും 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് സാമാന്യ സവിശേഷതകൾ അല്ലെങ്കിൽ കോമൺ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. സാമാന്യ സവിശേഷതകൾ അല്ലെങ്കിൽ കോമൺ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ജനതയിൽ ഒന്നാകെ കാണപ്പെടുന്ന ചില വ്യക്തിത്വ സവിശേഷതകളെയാണ് കോമൺ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സത്യസന്ധതയും സഹകരണവും ഇതെല്ലാം നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ഇത്തരം സവിശേഷതകളെല്ലാം കാണപ്പെടുന്ന ഒരു വിഭാഗത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കോമൺ ട്രൈറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നു. രണ്ടാമത്തെയാണ് തനിമ സവിശേഷത അല്ലെങ്കിൽ യുണീക്ക് ട്രൈറ്റ്സ്. ഒരു വ്യക്തിയുടെ തനിമയെ സൂചിപ്പിക്കുന്നതിനെയാണ് തനിമ സവിശേഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുണീക്ക് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വൈകാരിക സവിശേഷതകളെ നമുക്ക് എന്ത് പറയാം? തനിമ സവിശേഷതകളെന്ന് പറയാം. അതായത് ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടായിരിക്കുന്ന ചില പ്രത്യേക സവിശേഷതകളെയാണ് അല്ലെങ്കിൽ വൈകാരിക സവിശേഷതകളെയാണ് ഇവിടെ യുണീക്ക് ട്രൈറ്റ്സ് കൊണ്ട് കാറ്റൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെയാണ് പ്രതല സവിശേഷതകൾ അല്ലെങ്കിൽ സർഫസ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് പ്രതല സവിശേഷതകൾ അല്ലെങ്കിൽ സർഫസ് ട്രൈറ്റ്സ്. അതായത് ബാഹ്യ പ്രകടനം കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സവിശേഷതയാണ് പ്രതല സവിശേഷതകളെന്ന് പറയുന്നത്. ഒരാളുടെ ബാഹ്യ പ്രകടനം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സവിശേഷതകളെയാണ് പ്രതല സവിശേഷതകൾ അല്ലെങ്കിൽ സർഫസ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ജിജ്ഞാസ, ഒരാളുടെ ജിജ്ഞാസ. ഇപ്പോൾ ഒരാളുടെ ഭാവം കാണുമ്പോൾ അത് ജിജ്ഞാസയാണ് നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരാളുടെ വിശ്വസ്തത നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളുടെ ബാഹ്യ പ്രകടനത്തിലൂടെ ഒരാളുടെ വിശ്വസ്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ കാറ്റൽ എന്ത് പറയുന്നത്? പ്രതല സവിശേഷതകൾ കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്, സർഫസ് ട്രൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോഴ്സ് ട്രൈറ്റ് ആണ് നാലാമത്തേത്. പ്രഭവ സവിശേഷതകൾ എന്നാണ് മലയാളം. സോഴ്സ് ട്രൈറ്റ് അല്ലെങ്കിൽ പ്രഭവ സവിശേഷത ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന, നമുക്ക് പുറമേ കാണാൻ കഴിയാത്ത, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത സവിശേഷതകളെയാണ് പ്രഭവ സവിശേഷതകൾ എന്ന് പറയുന്നത്. അതായത് പ്രതല സവിശേഷതകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രഭവ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങൾ നമുക്ക് നേരിട്ട് നിരീക്ഷിച്ചുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് പ്രഭവ സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ വൈകാരികത, അതേപോലെ ഒരാളുടെ വിധേയത്വം, അധീശത്വബോധം, ഇതിനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പം അതിനെയാണ് പ്രഭവ സവിശേഷതകളെന്ന് കാറ്റലെ വ്യക്തിത്വ സവിശേഷതകളെ 4ആയി തരംതിരിച്ചു. ഒന്നാമത്തെയാണ് കോമൺ ട്രൈറ്റ്സ്, സാമാന്യ സവിശേഷതകൾ. അതായത് ഒരു ജനതയിൽ ഒന്നാകെ പരക്കെ കാണപ്പെടുന്ന സവിശേഷതകളെയാണ് സാമാന്യ സവിശേഷതകളെന്ന് പറയുന്നത്. 2 തനിമ സവിശേഷതകൾ, യുണീക്ക് ട്രൈറ്റ്സ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ തനിമയെ സൂചിപ്പിക്കുന്ന സവിശേഷതയാണ് തനിമ സവിശേഷത. വൈകാരിക സവിശേഷതകളൊക്കെ ഇത് ഉദാഹരണം പറയാം. മൂന്നാമത്തേതാണ് പ്രതല സവിശേഷതകൾ അല്ലെങ്കിൽ സർഫസ് ട്രൈറ്റ്സ്. അതായത് ഒരാളുടെ ബാഹ്യ പ്രകടനം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സവിശേഷതയാണ് പ്രതല സവിശേഷതകളെന്ന് പറയുന്നത്. ജിജ്ഞാസയും വിശ്വസ്തതയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. നാലാമത്തെയാണ് സോഴ്സ് ട്രൈറ്റ്, പ്രഭവ സവിശേഷതകളാണ്. അതായത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അധീശത്വബോധം, വിധേയത്വം, അതേപോലെ വൈകാരിക ഭാവങ്ങളൊക്കെ വൈകാരികതയൊക്കെ നമുക്ക് ഇത് ഉദാഹരണമായിട്ട് പറയാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസെങ്ങിൻ്റെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തമാണ്. ഐസെങ്സ് തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻ. അപ്പോൾ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം അല്ലെങ്കിൽ 3 ബേസിക് ഡയമെൻഷൻ എന്ന് പറയുന്ന തിയറി ആരുടേതാണ്? അത് ഐസെങ്ങിൻ്റേതാണെന്ന് മനസ്സിലാക്കി. ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്ന സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ചിട്ട് അദ്ദേഹം 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, 2 ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ, 3 ട്രേറ്റ് ലെവൽ, 4 ടൈപ്പ് ലെവൽ. ഇങ്ങനെയാണ് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തേതാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ. അതെന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത സന്ദർഭത്തിൽ കുട്ടി ഒരു പ്രത്യേക പ്രതികരണത്തിൽ ഏർപ്പെടുന്നു.
അതിനെയാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സന്ദർഭത്തിൽ കുട്ടി ഒരു പ്രത്യേക പ്രതികരണത്തിൽ ഏർപ്പെടുന്നതിനെയാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. അച്ഛൻ വീട്ടിലേക്ക് വരുമ്പം അമ്മ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നത് കുട്ടി കാണുന്നു. അപ്പോൾ കുട്ടിയും എന്ത് ചെയ്യുന്നു? അതേപോലെ പ്രതികരിക്കുകയാണ്. അമ്മ എങ്ങനെയാണോ അച്ഛനെ സ്വീകരിക്കുന്നത് അതേപോലെ കണ്ടുകൊണ്ട് കുട്ടിയും എന്ത് ചെയ്യുന്നു? അതുപോലെ പ്രതികരിക്കുന്നു. ഇതെയാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ കൊണ്ട് ഐസങ്ക് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെയാണ് ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ. അതായത് സമാന സ്വഭാവമുള്ള സന്ദർഭങ്ങളിൽ സമാനങ്ങളായ പ്രതികരണങ്ങൾ ചെയ്യുന്നു. ഇതിനെയാണ് ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. അതായത് അച്ഛൻ മാത്രമല്ല, വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും, അത് സുഹൃത്തുക്കളോ അപരിചിതരോ ബന്ധുക്കളോ ആര് വീട്ടിൽ വന്നാലും കൈ കൊടുത്തുകൊണ്ടോ ഒരു ഹഗ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടോ കുട്ടി എന്ത് ചെയ്യുന്നു? അവരെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫിക് റെസ്പോൺസ് ലെവലായിരുന്നു. അവിടെ അമ്മ എന്ത് ചെയ്യുന്നു? അച്ഛനെ സ്വീകരിക്കുന്നത് കണ്ട് കുട്ടിയും എന്ത് ചെയ്യുന്നു? അതേപോലെ അച്ഛനെ ബഹുമാനപൂർവ്വം വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. അതേപോലെ ആ ഒരു റെസ്പോൺസ് എന്ത് ചെയ്യുന്നു? അതൊരു ഹാബിറ്റാക്കി കുട്ടി എടുക്കുകയാണ്. അതാണ് ഇവിടെ ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ സമാന സ്വഭാവമുള്ള ഒരു സന്ദർഭങ്ങളിൽ സമാനങ്ങളായ പ്രതികരണം ചെയ്യുന്നു. അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ കുട്ടി പ്രതികരിച്ചത് അതുപോലെ തന്നെ ആര് വന്നാലും എന്ത് ചെയ്യുന്നു? കുട്ടി ആ ഒരു റെസ്പോൺസ് ചെയ്യുന്നു, അല്ലേ? ആ ഒരു പ്രതികരണത്തിൽ ഏർപ്പെടുന്നു. അതിനെയാണ് ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ട്രൈറ്റ് ലെവൽ. അതായത് ഇപ്പോൾ ശീലമാക്കിയ പ്രതികരണങ്ങൾ, കുട്ടി നേരത്തെ ശീലമാക്കിയിട്ടുള്ള പ്രതികരണങ്ങൾ അതൊരു കുട്ടിയുടെ വ്യവഹാര ശൈലികളായി മാറുന്നതിനെയാണ് ട്രൈറ്റ് ലെവൽ എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിലെ മറ്റംഗങ്ങളുമായിട്ട് സ്വതന്ത്രമായിട്ട് ഇടപഴകുന്ന ശീലമൊക്കെ എന്ത് ചെയ്യുന്നു? കുട്ടി പഠിക്കുന്നു. അപ്പം ആദ്യം പഠിച്ചത് സ്പെസിഫിക് റെസ്പോൺസ് ലെവലായിരുന്നു. അമ്മ അച്ഛനെ സ്വീകരിക്കുന്നത് കണ്ട് കുട്ടി അതേപോലെ സ്വീകരിക്കുന്നു. രണ്ടാമത് അത് ഹാബിറ്റാക്കി എടുത്ത് വീട്ടിൽ ആര് വന്നാലും കുട്ടി അതേപോലെ സ്വീകരിക്കുന്നു. മൂന്നാമത്തേത് എന്ത് ചെയ്യുന്നു? ട്രൈറ്റ് ലെവൽ. ആ ശീലമാക്കിയ പ്രതികരണങ്ങൾ എന്ത് ചെയ്യുന്നു? വ്യവഹാര ശൈലികളായിട്ട് മാറുന്നു. അതായത് സമൂഹത്തിലെ മറ്റംഗങ്ങളോടും കുട്ടി എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ പെരുമാറുന്നു, ഇടപഴകുന്നു. നാലാമത്തെയാണ് ടൈപ്പിൽ. ഈ സാമൂഹികതയോടൊപ്പം സഹകരണവും സംഘബോധം തുടങ്ങിയ സവിശേഷ ഗുണങ്ങളെല്ലാം ചേർന്ന് വ്യക്തി ബഹിർമുഖൻ എന്ന് പറയുന്ന ഒരു ടൈപ്പിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ്. അതായത് സാമൂഹികതയോടൊപ്പം തന്നെ സഹകരണവും സംഘബോധം തുടങ്ങിയ സവിശേഷ ഗുണങ്ങളെല്ലാം ചേർന്നുകൊണ്ട് വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു ബഹിർമുഖൻ എന്ന് പറയുന്ന, അല്ലെ, ബഹിർമുഖൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രോവെർട്ട് എന്ന് നമുക്ക് പറയാം, അല്ലെ? എക്സ്ട്രോവെർട്ടായിട്ട് കുട്ടി ആ ഒരു ടൈപ്പിലേക്ക് എത്തിച്ചേരുന്നതെന്നാണ് ടൈപ്പ് ലെവൽ കൊണ്ട് ഐസങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐസങ്കിൻ്റെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തമാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഒന്നാമത്തെയാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, 2 ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ, 3 ട്രൈറ്റ് ലെവൽ, 4 ടൈപ്പ് ലെവൽ. ഇത്രയും ലെവലുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് പ്രൊജക്റ്റീവ് ടെക്നിക്സിനെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. വിക്ഷേപണ തന്ത്രങ്ങൾ. ഒരു വ്യക്തിയുടെ ബുദ്ധി അളക്കൽ അല്ലെങ്കിൽ വ്യക്തി മാപനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെയാണ് നമ്മൾ വിക്ഷേപണ തന്ത്രങ്ങളെന്ന് വിളിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് 4 വിക്ഷേപണ തന്ത്രങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. നമുക്കറിയാം അത് റോഷാക്കിൻ്റെ ആണ്, അല്ലേ? ഇത് പഠിച്ചു വെക്കുക. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് റോഷാക്കിൻ്റെ ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ടാറ്റ് എന്ന് പറയുന്നത് മോർഗനും മുറയും ഇവർ 2 പേരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത് ടാറ്റ് എന്ന് പറയുന്നത്. അതേപോലെ വാറ്റുണ്ട്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വാറ്റ്. ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് രൂപീകരിച്ചത് CG യുങ് ആണെന്ന് പഠിക്കുക. CG യുങ് ആണ് വാറ്റ് രൂപപ്പെടുത്തിയത്. ക്യാറ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് രൂപപ്പെടുത്തിയത് ലിയോപോൾഡ് ബല്ലാക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതായത് 3 വയസ്സ് മുതൽ 3 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിമാപനത്തിന് അല്ലെങ്കിൽ ബുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന കുറേ പ്രൊജക്റ്റീവ് ടെക്നിക്സാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റാണ്, അത് റോഷാക്കിൻ്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ടാറ്റ് മോർഗനും മുറയും ചേർന്ന് രൂപീകരിച്ച ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. വാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, CG യുങ് ആണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ക്യാറ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ലിയോപോൾഡ് ബല്ലാക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ക്യാറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 3 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടിയിട്ടാണ് ക്യാറ്റ് രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് പഠിക്കാം. സൈക്കോളജിയിൽ മാനസിക സംഘർഷങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. അതായത് ഒന്നാമത്താണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അതായത് ഒരുപോലെ ഇഷ്ടമായ 2 ലക്ഷ്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക എന്നൊരു പ്രശ്നം നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷത്തെയാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കേരള പോലീസ് സബ് ഇൻസ്പെക്ടറും എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ 2 അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ ഏതിന് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരാൾക്കുണ്ടാകുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം.
അതായത് ഒരുപോലെ ഇഷ്ടമായ 2 ലക്ഷ്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക എന്നൊരു പ്രശ്നം വരുമ്പോഴാണ് ഇത്തരത്തിലൊരു മാനസിക സംഘർഷം ഉണ്ടാകുന്നത്. രണ്ടാമത്തെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. സാഗതാർഹമോ നിഷേധാത്മകമോ ആയ ലക്ഷ്യങ്ങളിൽ നിന്ന് ഏത് വേണമെന്നുള്ളൊരു ആശയക്കുഴപ്പമാണ്. അതായത് ഒരു കുട്ടിക്ക് സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അതേ സമയം തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുവാൻ അല്ലെങ്കിൽ ശകാരം ഒഴിവാക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ട്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും അല്ലെങ്കിൽ വഴക്ക് കിട്ടും, അപ്പോൾ അത് ഒഴിവാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഘർഷത്തെയാണ് എന്ത് പറയുന്നത്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇത് സിമ്പിളാണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മൂന്നാമത്തെയാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതായത് ഒരുപോലെ ശക്തിയുള്ള 2 നിഷേധാത്മക ലക്ഷ്യങ്ങളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് വരുന്നത്. ഈ ഇമ്പോസിഷൻ എഴുതണോ അതോ അധ്യാപകനിൽ നിന്ന് അടി കിട്ടണോ, അത് അങ്ങനൊരു ഇത് വരുമ്പോഴാണ് അങ്ങനൊരു ചിന്ത കുട്ടികൾ ഉടലെടുക്കുമ്പോഴാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നൊരു മാനസിക സംഘർഷം കുട്ടികൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇമ്പോസിഷൻ എഴുതാൻ വയ്യ, എന്താ പറയുക, ടീച്ചറിൻ്റെ അടി കൊള്ളാനും വയ്യ. അപ്പം ഇമ്പോസിഷൻ എഴുതണോ അതോ ടീച്ചറിൻ്റെ അടി കൊള്ളണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു മാനസിക സംഘർഷത്തിലേക്ക് കുട്ടി എത്തിച്ചേരുന്നത്. അപ്പം മാനസിക സംഘർഷങ്ങൾ 3 പഠിച്ചു. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അതുപോലെ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്.